എൻ്റെ ഒ പിയിൽ വരുന്ന പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, അവരറിയുന്ന ചില വ്യക്തികൾ പെട്ടെന്ന് കുഴഞ്ഞു വീണ് മരിച്ചു, ചിലർക്ക് അറ്റാക്ക് സംഭവിച്ചു. ഇതെന്താണ് വ്യത്യാസം എന്നുള്ളത് എല്ലാവർക്കും കൺഫ്യൂഷനാണ്. അപ്പോൾ അതിൽ നമ്മൾ അറിയേണ്ട ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്നത് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു പ്ലംബിങ്ങിൻ്റെ പ്രശ്നമാണ്. എന്ന് വെച്ചാൽ നമ്മളൊരു പൈപ്പിൽ എന്തെങ്കിലും ബ്ലോക്ക് വന്നാൽ അതാണ് ഹാർട്ട് അറ്റാക്ക്. രക്തോട്ടത്തിന് അവിടെ തടസ്സം സംഭവിക്കുകയാണ്. ഹൃദയസ്തംഭനം എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ കാർഡിയക് അറസ്റ്റ് എന്ന് പറയുന്നത്, കുഴഞ്ഞു വീഴുക എന്ന് പറയുന്നത് ഇലക്ട്രിക്കൽ പ്രശ്നമാണ്. അപ്പോൾ നമ്മുടെ വീട്ടിലൊരു ഇലക്ട്രിസിറ്റി പ്രോബ്ലം വരുന്നതിന് നമ്മൾ ഹൃദയസ്തംഭനം എന്ന് പറയും. പ്ലംബിങ്ങിൻ്റെ പ്രശ്നം വരുന്നതിന് ഹാർട്ട് അറ്റാക്ക്. അത്രയ്ക്ക് സിമ്പിളാണ് ഈ കാര്യം. ഇത് രണ്ടും സംഭവിക്കുന്നത് രണ്ട് വ്യത്യസ്തരായ ആളുകൾക്കാണ്. നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, നന്നായിട്ട് ജിമ്മിൽ പോകുന്ന, വളരെ ഭക്ഷണത്തിലൊക്കെ നല്ല കൺട്രോളുള്ള ആളുകൾ എന്തുകൊണ്ടാണ് ഈ കുഴഞ്ഞു വീണ് മരിക്കുന്നത്? അപ്പോൾ അതിൻ്റെ ഒരു കാരണം നമ്മൾ തേടിപ്പോകുമ്പോൾ ഇത് ഭക്ഷണച്ചിട്ടയിലോ എക്സർസൈസിലോ അല്ല എത്തിപ്പെടുക. ഇത് നമ്മുടെ ജനിതകമായ ഒരു പ്രശ്നമാണ്. ഇപ്പോൾ ഈ കുഴഞ്ഞു വീഴുന്ന ആളുകൾക്ക് പലപ്പോഴും ജനിതകപരമായിട്ട് ഹാർട്ടിനകത്ത് പ്രശ്നം ഉണ്ടാവും. അത് നമ്മൾ മുമ്പേ കണ്ടുപിടിക്കാൻ പരാജയപ്പെടുന്നു എന്നുള്ളതാണ് അവർ മരണപ്പെടാനുള്ള ഒരു കാരണമായിട്ട് നമ്മൾ മനസ്സിലാക്കും. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ജനിക്കുന്ന സമയത്ത് തന്നെ ചില ആളുകളുടെ ഹൃദയത്തിൽ കറണ്ടിൻ്റെ ചില പ്രശ്നങ്ങളുണ്ടാവും. അതുപോലെ ചില ആളുകളുടെ ഹൃദയത്തിൻ്റെ ഭിത്തികൾ തടിച്ചിട്ടായിരിക്കും. അത് നമ്മൾ എക്കോ ടെസ്റ്റ് ചെയ്യുമ്പോൾ മാത്രമേ കാണുള്ളൂ. അതല്ലാത്ത സമയത്ത് അവരെ സംബന്ധിച്ചിടത്തോളം പുറമേക്ക് ഒരു ലക്ഷണം ഉണ്ടാവില്ല. നേരെ മറിച്ച് ഹാർട്ട് അറ്റാക്കുള്ള ഒരു വ്യക്തിക്ക് നമുക്ക് കുറേയൊക്കെ അത് മുൻകൂട്ടി പറയാൻ സാധിക്കും. എന്ന് വെച്ചാൽ ആ ഒരു വ്യക്തിക്ക് ഷുഗറിൻ്റെ പ്രശ്നം ഉണ്ടാവും, കൊളസ്ട്രോളിൻ്റെ പ്രശ്നം ഉണ്ടാവും, അയാൾ പുകവലിക്കാരനായിരിക്കും, അതല്ലെങ്കിൽ അയാൾക്ക് പാരമ്പര്യമായിട്ട് ഹാർട്ടിൻ്റെ പ്രശ്നം ഉണ്ടാവും, അതല്ലെങ്കിൽ കൊളസ്ട്രോൾ ഉണ്ടാവും. ഇങ്ങനെ പല റിസ്ക് ഫാക്ടേഴ്സ് ഉള്ള ആളുകൾക്കാണ് ഹാർട്ട് അറ്റാക്ക് സംഭവിക്കുക, ഹൃദയാഘാതം സംഭവിക്കുക. എന്നാൽ ഹൃദയസ്തംഭനം സംഭവിക്കുന്നത് പലപ്പോഴും ജന്മന ഒരു അസുഖവും നമ്മൾ മുൻകൂട്ടി കാണാത്ത ആളുകൾ പെട്ടെന്ന് സംഭവിക്കുന്ന ഒരു അവസ്ഥയാണ് ഹൃദയസ്തംഭനം. ഇനി നമുക്ക് ഹൃദയസ്തംഭന സമയത്ത് എന്താണ് ഹൃദയത്തിൽ സംഭവിക്കുന്നത് എന്നുള്ളതും, ഹൃദയാഘാത സമയത്ത് അതായത് ഹാർട്ട് അറ്റാക്കിൻ്റെ സമയത്ത് ഹൃദയത്തിൽ എന്താണ് സംഭവിക്കുക എന്നുള്ളതും നമുക്ക് നോക്കാം. ഹൃദയസ്തംഭനം എന്ന് പറഞ്ഞ വാക്കിൽ തന്നെ നമുക്കറിയാം, ഹൃദയം സ്തംഭിച്ചു പോകണം. നമുക്കറിയാം, ജനിച്ചത് മുതൽ മരിക്കുന്നത് വരെ ഹൃദയം മിടിച്ചുകൊണ്ടേയിരിക്കും. പക്ഷേ ഹൃദയം പെട്ടെന്ന് നിൽക്കുകയാണെങ്കിൽ എന്താ സംഭവിക്കുക? ആ വ്യക്തി പിന്നീട് അങ്ങോട്ട് അയാൾക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. അയാൾ ഉടനെ കുഴഞ്ഞു വീഴുകയാണ്. അയാളുടെ തലയിലേക്ക് രക്തം എത്തുന്നില്ല, കിഡ്നിയിലേക്ക് രക്തം എത്തുന്നില്ല. അയാൾ അതോടെ കൊളാപ്സ് ചെയ്യണം. നമ്മളെ മുമ്പിൽ വെച്ച് അയാൾ കുഴഞ്ഞു വീഴുകയാണ്. എന്നാൽ ഹൃദയാഘാതം സംഭവിക്കുമ്പോൾ അങ്ങനെയൊന്നുമല്ല. അയാൾക്ക് വേദന ഉണ്ടാവും, അയാൾക്ക് ചിലപ്പോൾ ശ്വാസത്തിന് ബുദ്ധിമുട്ടുണ്ടാവും, മേലൊന്നാകെ വിയർക്കുന്നത് നമുക്ക് കാണാം. അയാളെ നമുക്ക് ആശുപത്രിയിൽ എത്തിക്കാനും അയാൾക്ക് വേണ്ട രീതിയിൽ ചികിത്സ കൊടുക്കാനുള്ള ഒരു സമയം നമുക്ക് കിട്ടും. നമുക്ക് തന്നെ അറിയാം, ഇപ്പോഴത്തെ കാലത്ത് ഹൃദയാഘാതം സംഭവിക്കുകയാണെങ്കിൽ തൊട്ടടുത്തുള്ള ഒരു ആശുപത്രിയിൽ ചെന്ന് ബ്ലോക്ക് നീക്കുന്ന ആൻജിയോപ്ലാസ്റ്റി ചികിത്സ ചെയ്താൽ ആ വ്യക്തിയെ നമുക്ക് പഴയതുപോലെ തിരിച്ചു കിട്ടും. മാത്രമല്ല, ഹൃദയാഘാതത്തിൽ നിന്ന് സർവൈവ് ചെയ്തിട്ട് അയാൾ എല്ലാ ജോലികളിലേക്കും തിരിച്ചു പോകുന്ന ഒരവസ്ഥയിലേക്ക് ഒരു നോർമലായിട്ട് തന്നെ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും. എന്നാൽ ഹൃദയസ്തംഭനത്തിൽ അങ്ങനെയല്ല സംഭവിക്കുക. ആ കുഴഞ്ഞു വീഴുന്ന വ്യക്തിയുടെ മരണസാധ്യത 90%. മാത്രമല്ല, അയാളെ നമ്മൾ ആശുപത്രിയിൽ എത്തിക്കുകയാണെങ്കിൽ പോലും, എല്ലാ ചികിത്സയും കൊടുത്താൽ പോലും അയാൾ ചിലപ്പോൾ തിരിച്ചു വരണമെന്നില്ല. ഇതാണ് പ്രധാനമായിട്ടും ഹൃദയസ്തംഭനവും ഹൃദയാഘാതവും തമ്മിലുള്ള വ്യത്യാസം. എന്ന് വെച്ചാൽ ഹൃദയസ്തംഭനത്തിൽ മരണസാധ്യത വളരെ വളരെ കൂടുതലാണ്. പലരും ചോദിക്കുന്ന വേറൊരു കാര്യം എന്താ വെച്ചാൽ, ഹൃദയസ്തംഭനത്തിൻ്റെ സാധ്യത നമുക്ക് എങ്ങനെ മുൻകൂട്ടി കാണാൻ വല്ല മാർഗമുണ്ടോ, അത് തടയാൻ വല്ല മാർഗമുണ്ടോ എന്ന് ചോദിക്കും. ഹൃദയസ്തംഭനം സംഭവിക്കുന്നത് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ പലപ്പോഴും ജനിതകപരമായുള്ളൊരു പ്രശ്നമാണ്. ചില ആളുകൾക്ക് നമ്മൾ എക്കോ ടെസ്റ്റ് ചെയ്യുമ്പോൾ ഹൈപ്പർട്രോഫിക് കാർഡിയോമയോപ്പതി എന്ന് പറയുന്ന ഒരു അവസ്ഥ കാണാറുണ്ട്. അങ്ങനെയുള്ള വ്യക്തികൾക്ക് നമുക്ക് ഹൃദയസ്തംഭന സാധ്യത മുൻകൂട്ടി പറഞ്ഞു കൊടുക്കാനും അത് തടയാനുള്ള ചില മാർഗങ്ങളുണ്ട്. അതുപോലെ തന്നെ ചില ആളുകൾക്ക് ജന്മനായുള്ള അരിത്മിക് റിസ്ക് ഉണ്ട്. നമ്മൾ ECGയിൽ തന്നെ കാണുന്ന ചില അസുഖം. അതുപോലെ ചില ആളുകൾക്ക് മുമ്പേ ഹാർട്ട് അറ്റാക്ക് വന്നു പോയിട്ടുള്ളവർക്ക് ഹൃദയസ്തംഭന സാധ്യത കൂടുതലാണ്. ശരീരത്തിലെ ലവണങ്ങൾ കുറയുന്ന അവസ്ഥ, പൊട്ടാഷ്യം കുറയുക, മഗ്നീഷ്യം കുറയുക, ഈ സമയത്ത് ഹൃദയസ്തംഭന സാധ്യത കൂടുന്നുണ്ട്. മയക്കുമരുന്നിൻ്റെ ഉപയോഗം ഈ കാലത്ത് വളരെയധികം കൂടുതലാണ്. ചെറുപ്പക്കാരിലൊക്കെ ഒരുപാട് പേര് മയക്കുമരുന്ന് ഉപയോഗിക്കുന്നുണ്ട്. അത് ഹൃദയസ്തംഭനത്തിൻ്റെ ഒരു പ്രധാനമായിട്ടുള്ള കാര്യം എന്നുള്ളത് നമ്മൾ മറക്കാൻ പാടില്ല. എത്രത്തോളം എന്ന് വെച്ചാൽ, സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് വരെ ഹൃദയസ്തംഭന സാധ്യത വളരെ കൂടുതൽ. ഇനി നമ്മൾ അറിയേണ്ട പ്രധാന കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ മുമ്പിൽ വെച്ച് ഒരു വ്യക്തിക്ക് പെട്ടെന്ന് ഹൃദയസ്തംഭനം സംഭവിച്ചാൽ നമുക്ക് എന്ത് ചെയ്തു കൊടുക്കാൻ പറ്റും? ആ സമയത്ത് നമ്മൾ ചെയ്യേണ്ടതാണ് CPR, കാർഡിയോ പൾമണറി റിസസിറ്റേഷൻ. കൃത്രിമമായിട്ട് ശ്വാസോച്ഛ്വാസം, ഹൃദയമിടിപ്പ് തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുക. നമ്മളിവിടെ മൈത്ര ഹോസ്പിറ്റലിൽ റെഗുലറായിട്ട് ഫ്രീ ആയിട്ട് CPRൻ്റെ ട്രെയിനിങ് കൊടുക്കാറുണ്ട്. ആർക്ക് വേണമെങ്കിലും, ഏത് സന്നദ്ധ സംഘടനയ്ക്ക് വേണമെങ്കിലും CPR ഏത് സമയത്തും മൈത്ര ഹോസ്പിറ്റലിൽ വന്ന് പഠിക്കാവുന്നതാണ്. ഇനി അതുപോലെ തന്നെ ഒരിക്കൽ ഹൃദയസ്തംഭനം വന്ന് രക്ഷപ്പെട്ട വ്യക്തികൾക്ക് പിന്നീട്
ഹൃദയസ്തംഭനം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെയുള്ള വ്യക്തികൾക്ക് വീണ്ടും ഹൃദയസ്തംഭനം വരാതിരിക്കാൻ വേണ്ടിയിട്ട് പേസ് മേക്കർ പോലുള്ള AICD എന്ന് പറയുന്ന പ്രത്യേക പേസ് മേക്കർ ചികിത്സ ലഭ്യമാണ്. നമ്മുടെ കുടുംബത്തിൽ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ഹൃദയസ്തംഭനം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഹൃദയസ്തംഭനം വരാനുള്ള സാധ്യത കൂടുതലാണ്. അങ്ങനെയുള്ള വ്യക്തികൾ നിർബന്ധമായിട്ടും ഒരു കാർഡിയോളജിസ്റ്റിനെ മുൻകൂട്ടി കാണേണ്ടതാണ്. ഇപ്പോൾ നമുക്ക് ഹൃദയസ്തംഭനം എന്താണെന്നും ഹൃദയാഘാതം എന്താണെന്നും വളരെ സിമ്പിളായിട്ട് ക്ലിയറായിട്ട് നമുക്ക് വ്യക്തമായി കഴിഞ്ഞു. ഇതുപോലെ തന്നെ ആളുകൾക്കുള്ള വേറെ കൺഫ്യൂഷൻ ഉണ്ട്. അത് ഹാർട്ട് ഫെയിലിയർ എന്താണെന്നുള്ളത്. ഹാർട്ട് ഫെയിലിയറും ഹൃദയാഘാതവും ഹാർട്ട് അറ്റാക്കും ഒന്നാണ്. ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അത് നമുക്ക് വേറൊരു വീഡിയോയിൽ ചർച്ച ചെയ്യാം.